നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ കൺവേർഷൻസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? ഒക്ടൽ, അതായത് ഡെസിമലിൽ നിന്ന് ബാക്കി എല്ലാ നമ്പർ സിസ്റ്റത്തിലേക്കും ഡെസിമലിലേക്കും ഉള്ള കൺവേർഷൻസ് നമ്മൾ നോക്കിയില്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒക്ടൽ ടു ബൈനറി, ബൈനറി ടു ഒക്ടൽ, അതുപോലെ ഹെക്സാഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ, അതേപോലെ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഇത്രയും കൺവേർഷൻസ് നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒക്ടൽ ടു ബൈനറി നോക്കാം. ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ ബൈനറിയിലേക്ക് മാറ്റാം. അപ്പോൾ ഒക്ടലിൽ നിന്ന് ബൈനറിക്കും അതുപോലെ തന്നെ ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിക്കും മാറ്റുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒക്ടലിൻ്റെ ബേസ് നമുക്കറിയാം അല്ലേ, 8ആണ്, 8ആണ് ഒക്ടലിൻ്റെ ബേസ്. അപ്പോൾ ഏതൊക്കെ സിമ്പിൾസ് ഉണ്ട് അതിൽ? 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സൊക്കെ ഉള്ളതാണ് ഒക്ടൽ. അപ്പോൾ ഒക്ടലിൻ്റെ ഒരു പ്രത്യേകത, അതായത് 0 മുതൽ 7 വരെയുള്ള ഓരോ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3 ബിറ്റ് വെച്ചിട്ടുള്ളൊരു കോഡുണ്ട്, ഒരു ബൈനറി കോഡുണ്ട്. അപ്പോൾ ആ ബൈനറി കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ദേ ഒക്ടലിൻ്റെ നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബൈനറി നമ്പേഴ്സ് എല്ലാതും കാണാപ്പാടം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. 0 മുതൽ 7 വരെയുള്ള ഓരോ നമ്പേഴ്സിൻ്റെയും 3 ബിറ്റ് വെച്ചിട്ടുള്ള ബൈനറി നമുക്ക് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് പറഞ്ഞുതരാം. എക്സാമിനൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിൽ ഇതുപോലെയൊക്കെ എഴുതിയിട്ടിട്ട് പിന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സുഖമായിരിക്കും. ഇവിടെ ഒക്ടൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒക്ടൽ നമ്പേഴ്സിന് 3 ബിറ്റ് വെച്ചിട്ടല്ലേ ബൈനറി നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് കിട്ടാൻ ഓരോ 0യും 1ഉം ഇടവിട്ട് എഴുതാം. 01 01 01 01. ഇതിൻ്റെ ഇപ്പുറത്തെ നമ്പർ കിട്ടാൻ 2 0 വെച്ച് ഇടവിട്ട് എഴുതാം. 2 0 2 1 0 0 1 1. ഇപ്പുറത്തെ ഉള്ളത് കിട്ടാനായിട്ട് 4 0 4 1. അപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ 3 ബിറ്റ് വെച്ചിട്ടുള്ള നമ്പേഴ്സാണ് ഓരോ ഒക്ടൽ നമ്പേഴ്സിനും ഉള്ളത്. അപ്പോൾ ആ 3 ബിറ്റുള്ള ഓരോ നമ്പേഴ്സ് നമുക്ക് കാണാപ്പാടം പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ളൊരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാനാണെങ്കിലും റൈറ്റ് സൈഡിൽ ഇത് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അത് നോക്കിയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഒക്ടൽ നമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് 3 ബിറ്റ് വെച്ചിട്ടുള്ള ബൈനറി കോഡ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് ആദ്യം എഴുതി വയ്ക്കാം. അത് ഓരോ 0യും 1ഉം ഇടവിട്ട് എഴുതുക. തുടക്കം എപ്പോഴും 0 എന്നായിരിക്കും. ഒരു ഓരോന്ന് ഇടവിട്ട് എഴുതുക. 01 01 01. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിട്ടാനായിട്ട് എന്താ 2 0 വെച്ച് 2 1ഉം വെച്ച് ഇടവിട്ട് എഴുതുക. 0 0 1 1 0 0 1 1. അതിൻ്റെ വീണ്ടും ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ കിട്ടാനായിട്ട് 2ൻ്റെ ഇരട്ടി 4 0യും 4 1ഉം ഇടവിട്ട് എഴുതുക. അപ്പോൾ ഇത്ര എഴുതിയാൽ ഒക്ടൽ നമ്പേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമുക്ക് കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഒക്ടലിൽ നിന്ന് ബൈനറിക്ക് ഒരു നമ്പർ കൺവേർഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ കോഡ് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 437 437. ഈ 437 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിൻ്റെ ബൈനറിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ 437 എഴുതി. അപ്പോൾ 437 എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സിനും ഓരോ 3 ബിറ്റ് കോഡുണ്ട് അല്ലേ, അത് എഴുതുക. ആ ടേബിൾ നമ്മൾ നേരത്തെ എഴുതി വെച്ചില്ലേ, അത് നോക്കിയിട്ട്. അപ്പോൾ 4ൻ്റെ എത്രയാണ്? 100. 3ൻ്റെ എത്രയാണ്? 011. 7ൻ്റെ എത്രയാണ്? 111. അപ്പോൾ നമുക്ക് ബൈനറി കിട്ടി. ഇതെല്ലാതും ഒരുമിച്ച് എഴുതിയാൽ മതി. 10 00 11 111. ഇതാണ് 437 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി നമ്പർ. ഇനി നമുക്ക് അടുത്ത ഒക്ടൽ നമ്പറിനെ ബൈനറിക്ക് ആക്കാം. ഒക്ടൽ നമ്പർ തന്നിട്ടുള്ളത് 7201. 7201 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒക്ടൽ നമ്പർ എഴുതുക. 7201. 7201 എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ നമ്പേഴ്സ് എടുത്ത് എഴുതുക. എന്നിട്ട് ഓരോ നമ്പേഴ്സിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? ബൈനറി കണ്ടുപിടിക്കുക. 7ൻ്റെ 111, 2ൻ്റെ 010, 0ൻ്റെ 000, 1ൻ്റെ 001. ഇതെല്ലാം കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ
7201. 7201 ബൈനറി നമ്പർ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. ഒക്ടലിൽ നിന്ന് നമ്മൾ ബൈനറിക്ക് മാറ്റാനായിട്ട് പഠിച്ചു. ഒക്ടലിൽ നിന്ന് ബൈനറിക്ക് മാറ്റുമ്പോൾ ഒക്ടൽ നമ്പേഴ്സിന് 3 ബിറ്റ് വെച്ചിട്ടുള്ള നമ്പർ കോഡ് ഉണ്ട്. ആ നമ്പർ കോഡ് കണ്ടുപിടിച്ച് വയ്ക്കുക, എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഇതുപോലെ തന്നെ ഹെക്സാഡെസിമലും നമ്മൾ എന്ത് ചെയ്യാണ്, ബൈനറിക്ക് മാറ്റാണ്. ഒക്ടൽ കണ്ടുപിടിച്ച പോലെ തന്നെ ബൈനറി കോഡ് ഹെക്സാഡെസിമലിനും ഉണ്ട് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഹെക്സാഡെസിമലിൻ്റെയും ബൈനറി കോഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഹെക്സാഡെസിമൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A മുതൽ F വരെയുള്ള ലെറ്റേഴ്സും അടങ്ങിയതാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഒക്ടലിന് 3 ബിറ്റ് വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പേഴ്സിന് 4 ബിറ്റ് വെച്ചിട്ടുള്ള നമ്പേഴ്സാണ്. 4 ഡിജിറ്റ് അതിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ 4 ബിറ്റ്സ് അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ഹെക്സാഡെസിമൽ നമ്പേഴ്സിൻ്റെയും ബൈനറി കോഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് കിട്ടാനായിട്ട് ഓരോ 0ഉം 1ഉം ഇടവിട്ട് എഴുതുക. 01 01 01 01 01 01 01 01. ഇനി ലെഫ്റ്റ് സൈഡിലുള്ളത് കിട്ടാനായിട്ട് 2 എണ്ണം ഇടവിട്ട് എഴുതുക. 00 11 00 11 00 11 00 11. ഇനി അടുത്തത് കിട്ടാൻ 4 എണ്ണം ഇടവിട്ട് എഴുതാം. 00 00 11 11 00 00 11 11. ഇനി നെക്സ്റ്റ് കിട്ടാനായിട്ട് 8 എണ്ണം ഇടവിട്ട് എഴുതാം. 00 00 00 00 11 11 11 11. ഓരോ ഇരട്ടി ഇടവിട്ടിട്ട് എഴുതുക. അങ്ങനെ 4 ബിറ്റ്സ് ഓഫ് നമ്പേഴ്സിനെ കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു നമ്പർ തന്നിട്ടുണ്ട്, AB16. അപ്പോൾ AB16 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ ബൈനറി നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. AB16 എന്നിട്ട് എയും ബിയും എടുത്തെഴുതുക. എയുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ 1010, ബിയുടെ കറസ്പോണ്ടിങ് നമ്പർ 1011. ഇനി ഇതെല്ലാതും കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ AB എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബൈനറി കോഡ് നമുക്ക് കിട്ടും. 10101011. ഇതാണ് AB16ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ഇനി നെക്സ്റ്റ് ഒരു നമ്പർ തന്നിട്ടുണ്ട് 2F15. 2F15 എന്ന് പറയുന്നൊരു ഹെക്സാഡെസിമലിൻ്റെ ബൈനറി കോഡ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2F15 എന്ന് പറയുന്ന നമ്പർ എഴുതുക. എന്നിട്ട് ഓരോന്നും നമ്പേഴ്സ് എടുത്ത് എഴുതുക. 2F15. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി എഴുതുക. 2ൻ്റെ 0010, Fൻ്റെ 1111, 1ൻ്റെ 001, 5ൻ്റെ 0101. ഇതെല്ലാതും കൂട്ടി എഴുതിയാൽ മതി. 0010 1111 0001 0101. ഇതാണ് 2F15 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. അപ്പോൾ ഒക്ടലിൽ നിന്ന് ബൈനറിക്കും ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിക്കും നമ്മൾ മാറ്റാൻ പഠിച്ചു. ഓരോന്നും കോഡ് വെച്ചിട്ടാണ് നമ്മൾ മാറ്റുന്നത്. ഇനി നേരെ തിരിച്ച് ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ബൈനറിയിൽ നിന്ന് ഹെക്സയിലേക്കും മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തെ ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. അപ്പോൾ നമുക്ക് ബൈനറി നമ്പർ തരും, അതിനെ ഒക്ടൽ എന്ന് പറയുന്ന നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 1011000111. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പർ. അപ്പോൾ ഈ ബൈനറി നമ്പറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഒക്ടൽ നമ്പർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ബൈനറി കോഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ എഴുതുക 1011001111 എന്ന് പറയുന്ന ബൈനറി നമ്പർ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ആ നമ്പേഴ്സ് എടുത്തെഴുതുക.
1011001111. എന്നിട്ട് ഇതിനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അതായത് ഡിവൈഡ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നായിരിക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് 3 എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ നമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് ഓക്ടൽ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. ഒന്നുകൂടെ പറയാം. ആദ്യം നമുക്ക് ഒരു ബൈനറി നമ്പർ തന്നു, അതിനെ ഓക്ടലിലേക്ക് മാറ്റണം. ഓക്ടലിലേക്ക് മാറ്റുമ്പോൾ ആ നമ്പേഴ്സ് എന്താണോ അതെടുത്ത് എഴുതി. ഇപ്പോൾ നമ്മൾ 10110011 എന്ന് പറയുന്ന നമ്പേഴ്സിന് എടുത്തെഴുതി. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ബൈനറി നമ്പറിൻ്റെ ഒരു കൂട്ടം നമ്പേഴ്സാണ് തന്നിട്ടുള്ളത്. ഒക്ടൽ നമ്പേഴ്സിന് എത്ര ബിറ്റ് വെച്ചിട്ടാണ് ബൈനറി കോഡ് ഉള്ളത്? 3 ബിറ്റ് വെച്ചിട്ടാണ് ബൈനറി കോഡ് ഉള്ളത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ബൈനറി കോഡിനെ 3 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒക്ടൽ നമ്പേഴ്സ് കിട്ടും. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സൈഡിൽ നിന്ന് വേണം ഗ്രൂപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് ഗ്രൂപ്പ് ചെയ്യുന്നു? ഫസ്റ്റത്തെ 111 എന്ന് പറയുന്ന നമ്പറിനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമ്പർ 100 എന്ന് പറയുന്ന നമ്പേഴ്സിനെ 3 എണ്ണമായിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമ്പർ 101 എന്ന് പറയുന്ന നമ്പറിനെയും ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഓരോന്നിൻ്റെയും ഒക്ടൽ നമ്പേഴ്സ് നോക്കിയാൽ മതി. 101 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ എത്രയാണ്? 5. 100ൻ്റെ നമ്പർ എത്രയാണ്? 4. 111ൻ്റെ എത്രയാണ്? 7. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ കിട്ടി. എത്രയാണ്? 547. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ അടുത്തൊരു നമ്പറും കൂടെ തന്നിട്ടുണ്ട്, 10011000011. ഈ ഒരു ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്പറിനെ എടുത്തെഴുതുക. 1001100011. ഇതാണ് നമ്പർ. ഇതിനപ്പം എന്ത് ചെയ്യണം? ആദ്യം എല്ലാ നമ്പേഴ്സിനെയും എടുത്തെഴുതുക. 10011000011. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം അല്ലേ? റൈറ്റ് സൈഡിൽ നിന്ന് 3 എണ്ണം വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തപ്പോൾ എന്താണ്ടായത്? ലാസ്റ്റ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 3 എണ്ണം തികഞ്ഞില്ല. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണം ആക്കാനായിട്ട് ഒരു 0 കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഓക്ടൽ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. 2303. 2303 എന്ന് പറയുന്ന നമ്പറാണ് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ നമ്പർ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനറി നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പർ കണ്ടുപിടിക്കും. നമ്മൾ നേരത്തെ ഒക്ടൽ കണ്ടുപിടിച്ച പോലെ തന്നെ സെയിം ആണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ബൈനറി നമ്പർ തരും, അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള ഒരു നമ്പർ 101100111010. ഈ നമ്പറിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഹെക്സാഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്പർ എടുത്ത് എഴുതുക. 101100111010. ബൈനറി നമ്പർ. ഇനി എന്ത് ചെയ്യണം? ഇതിനെല്ലാത്തിനെയും എടുത്തെഴുതുക. 101100111010. എന്നിട്ട് 4 എണ്ണം വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഗ്രൂപ്പ് ചെയ്യാം. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എഴുതിയാൽ മതി. ആദ്യത്തെ നമ്പർ B ആണ്. നെക്സ്റ്റ് നമ്പർ 3A. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? D3A. ഇതാണ് തന്നിരിക്കുന്ന ബൈനറി നമ്പറിൻ്റെ ഹെക്സാഡെസിമൽ നമ്പർ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1101111000001100. ഇതാണ് ബൈനറി നമ്പർ. ഇതിനെ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. 11011100001100. എന്നിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിൽ നിന്ന് 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ എന്താ പറ്റിയത്? 4 എണ്ണം തികഞ്ഞില്ല, അപ്പോൾ ഒരു 0 കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് നമ്പർ എടുത്ത് എഴുതിയാൽ മതി. 6F0C. ഇതാണ് ഈ ബൈനറി നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കോഡ്. അപ്പോൾ ഒരുവിധം നമ്മളുടെ കൺവേർഷൻസ് കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്കും ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കുള്ള കൺവേർഷനാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഒക്ടലിനെയും ഹെക്സാഡെസിമലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? ഒരു ബൈനറി കോഡാണ് അല്ലേ?
അതിനെ 3 എണ്ണമായിട്ടാണെങ്കിലും 4 എണ്ണമായിട്ടാണെങ്കിലും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണോ മാറ്റേണ്ടത് അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു മെക്കാനിസമാണ് ഇവിടെ നമ്മൾ ഈ ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്കും ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കൊക്കെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ്. ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ബൈനറി കോഡാണ് അല്ലേ, ബൈനറി വെച്ചിട്ടുള്ള കോഡുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 457 457 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് തന്നെ നമ്പർ എഴുതുക 457 ഒക്ടൽ നമ്പറാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ബൈനറിയിലേക്ക് മാറ്റണം. അപ്പോൾ 4ൻ്റെ നമ്മൾ എഴുതി 100, 5ൻ്റെ എഴുതി 101, 7ൻ്റെ നമ്മൾ എഴുതി 111. ഇതാണ് ഒക്ടലിൻ്റെ ബൈനറി കോഡ്. ഇനി എന്ത് ചെയ്താ, ഇത് ഒന്നുകൂടെയും അടുപ്പിച്ചെഴുതുക 100, 10, 11, 11. എന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ നിന്ന് 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. പോരാത്തതിന് നമ്മൾ 0യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് നമ്പർ ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും, ഹെക്സാഡെസിമൽ നമ്പർ കിട്ടില്ലേ, 1 to F. ഇങ്ങനെയാണ് ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാം. ഒന്നുകൂടെ പറയാം, ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കണമെങ്കിൽ ഒക്ടലിനെ ബൈനറിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഡയറക്റ്റ് ഹെക്സാഡെസിമൽ കണ്ടുപിടിക്കാം 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. നമുക്ക് തിരിച്ച് ഹെക്സാഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ഒക്ടലിലേക്ക് മാറ്റണം അല്ലേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് A2D. A2D എന്ന് പറയുന്ന ഹെക്സാഡെസിമലിനെ നമുക്ക് എങ്ങനെ ഒക്ടലിലേക്ക് മാറ്റാൻ പറ്റും, നമ്പർ എഴുതുക A2D. എന്നിട്ട് എന്ത് ചെയ്യണം, ഹെക്സാഡെസിമൽ അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഓരോ നമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എഴുതുക 1010, 0010, 1101. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാതും കൂടി കൂട്ടി എഴുതി 1010, 0010, 1101. എന്നിട്ട് എന്ത് ചെയ്യുക, 3 എണ്ണം വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. എന്നാലല്ലേ നമുക്ക് ഒക്ടൽ നമ്പർ കിട്ടൂ. 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് നമ്പറായിട്ട് എടുത്ത് എഴുതണം. അപ്പോൾ എത്ര കിട്ടി, 5055. ഇതാണ് എന്ത് നമ്മളുടെ ഹെക്സാഡെസിമൽ നമ്പറിൽ നിന്ന് ഒക്ടൽ നമ്പറിലേക്ക് മാറ്റുന്ന രീതി.